ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് റെഡിയാക്കാൻ കേട്ടോ. ഇത് 5-ാമത്തെ നോമ്പിൻ്റെ അന്നത്തെ നമ്മളെ റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി റൂട്ടീനാണ് ഇന്ന്, പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ബീഫായിട്ടൊരു ഗ്രേവി മസാല റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് കിഴങ്ങ്, തക്കാളി, പിന്നെ നമ്മളെ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ളതൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇതുപോലെ തന്നെയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് കുറച്ച് നേരം നമ്മളിതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ബാക്കി ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഓരോന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇന്നൊക്കെ ഈസി ആയിട്ട് കുക്ക് ചെയ്യുന്ന ഐറ്റംസാണ് കേട്ടോ. അതുകൊണ്ട് ഞാനന്ന് അസർ നിസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 5 മണിയായപ്പോഴാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത്. നന്നായിട്ടൊന്ന് എല്ലായിടത്തും മസാലയൊക്കെ ആക്കി കുഴച്ച് വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇങ്ങനെ വെക്കുന്ന ബീഫിന് കേട്ടോ. ഇതിപ്പോൾ ബീഫാണ്, കുറച്ചധികം വലിയ സൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തേങ്ങാച്ചോറാണ് റെഡിയാക്കുന്നത്. തേങ്ങാച്ചോറും ബീഫ് ഗ്രേവി ആയിട്ട് വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരും ഇത് റെഡിയാക്കലുണ്ടാവും. നമ്മളെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ഐറ്റം, തേങ്ങാച്ചോറും ബീഫ് ഗ്രേവി മസാലയും. അപ്പോൾ ഞാനിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. വേറെല്ല കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ഫൈനലി നമുക്ക് ഇത് എടുത്തിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഇത് നല്ലോണം മസാലയൊക്കെ പിടിച്ച് സെറ്റാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പുതിയ കുക്കിംഗ് ആൾക്കാർക്കൊക്കെ വേണ്ടി വരണതാണ് കേട്ടോ. അതറിയാത്തവരാരും ഉണ്ടാവില്ല. ഉപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് പാൽക്കായ ഉണ്ടാക്കാം. പാൽക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പച്ചവെള്ളത്തിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക മാത്രമാണ് കേട്ടോ. ഞാൻ ഈ പാൽക്കായിൻ്റെ റെസിപ്പി മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനിത് ഒരു ലോക്കൽ പാൽക്കായ ആയിക്കാണ്ട് കൂട്ടാം. അപ്പോൾ എന്തായാലും ഞാൻ അതിലേക്ക് അത് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2-3 ഗ്ലാസ് മാത്രമേ റെഡിയാക്കിയിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇത്രയും മതി. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്കായ് ഇങ്ങനെ പൊടിയാക്കി നമ്മൾ വെക്കൂലേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്പോഴേക്കപ്പോൾ ഇത് ഇട്ട് കൊടുക്കാം. ഇതെന്തായാലും ഇപ്പോൾ എൻ്റെ അടുത്തില്ലേ, അപ്പോൾ ഞാൻ 3-4 ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 നീന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഒന്ന് നെയ്യിൽ വാട്ടി ഇട്ടിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല കേട്ടോ. 5 മണിയൊക്കെ എമ്പാടും കഴിഞ്ഞിരിക്കണ്. അപ്പോൾ പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഐറ്റംസുകളൊക്കെ വേഗം തന്നെ ആവണ്ടേ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ നമ്മളിത് മുമ്പ് ചെയ്തിനി. കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് പോയി നോക്കി. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും മറ്റുള്ളവർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്ത്
ഒന്ന് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കായ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മെല്ലെ ഒന്ന് കുറച്ച് പഞ്ചസാരയും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒന്നൊന്ന് ചൂടായി പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്തായാലും ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൂടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറവിടാം. ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത് അത് ഇല്ലേനും ഞാനത് എടുത്തിട്ടുമില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് അതൊന്ന് മൊരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലൊന്ന് അടിപൊളിയാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വാങ്ങി വെക്കാം എന്ന് വെച്ചാൽ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള തേങ്ങാച്ചോറ് റെഡിയാക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മാത്രം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിന് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി കേട്ടോ, കുറച്ച് മാത്രം മതി. ആവശ്യത്തിനുള്ള കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഇത്രയും മതി. മിക്സ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. റേഷൻ കടയിൽ അരിയണം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അധികം വെള്ളമൊന്നും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള തേങ്ങാച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഞാനിനി ഒരു 2 ഗ്ലാസ് സുലൈമാനി റെഡിയാക്കാം കേട്ടോ. ഇത് തേങ്ങാച്ചോറിൻ്റെ കൂടെ നമുക്ക് എന്തായാലും മസ്റ്റായിട്ട് വേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പൊടി മാത്രം ചേർത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തൊരു കട്ടൻ ചായ റെഡിയാക്കിയിട്ടുണ്ട്. സുലൈമാനി കട്ടൻ ചായ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ലെമണ് ഏലക്കായ ഇട്ട് കൊടുക്കാം. അതൊന്നും ഇപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് മാത്രം ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗം തന്നെ റെഡിയാക്കി വെക്കാം. നെക്സ്റ്റ് നമ്മളെ ബീഫ് റെഡിയാക്കാം. അപ്പോൾ ബീഫൊക്കെ കുക്കാകണ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ല ചുമപ്പ് കളറിലെ അടിപൊളിയായിട്ടുള്ളൊരു വത്തക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചില ദിവസമൊന്നും ഇതുപോലെ നല്ല റെഡ് കളറിൽ കിട്ടൂല. ഇത് കണ്ടപ്പോൾ തന്നെ നല്ല ഐറ്റാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ജ്യൂസ് നമുക്കിന്ന് ഷമാമ തന്നെയാണ് കേട്ടോ. നമ്മളെ ഫേവറേറ്റ് ഇതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ജ്യൂസൊന്ന് ഇതിൻ്റെ ഈ ഒരു പൾപ്പ് എടുത്തിട്ട് നമുക്കൊന്ന് ജ്യൂസാക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്രാപ്സ് ഉണ്ട് കേട്ടോ, ഗ്രീൻ ഗ്രാപ്സ് ഉണ്ട്. അത് നമുക്ക് ഇതിൽ വെച്ചുകൊടുക്കാം. ഒന്ന് സെറ്റപ്പാക്കി വെക്കാനൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു കളർഫുൾ ആവും ചെയ്യും. പിന്നെ കുറച്ച് ഈത്തപ്പഴം വെച്ച് കൊടുത്തിട്ടുണ്ട്. ജ്യൂസ് റെഡിയാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കുക്ക് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചപ്പോൾ പിന്നെ ഒരു 10-15 മിനിറ്റ് കൂടി ഉണ്ട് കേട്ടോ ബാങ്ക് കൊടുക്കാൻ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ജ്യൂസിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ കുറച്ചധികം തണുപ്പും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമല്ലേ? എന്തായാലും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത്. കൂടെ കമൻറ്റൊക്കെ ഒരു സ്മൈലായിട്ടെങ്കിലും വിടുക കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ കായ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നമ്മളെ ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണൂലേ? നമുക്ക് ഏതായാലും ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇന്ന് ഫ്രൈ ഐറ്റംസുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് പിന്നെ നമ്മൾ എന്നൊന്നും ഉണ്ടാക്കുമല്ലോ കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഞാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ. ഇപ്പോൾ കുട്ടികൾക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല കേട്ടോ പൊരി ഐറ്റംസൊന്നും. എന്നും കഴിക്കുന്നതും ഹെൽത്തി അല്ലല്ലോ.
അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ മാത്രം ഇത് റെഡിയാക്കലുള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ നോമ്പൊക്കെ തുറന്ന് തറാവീഹ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ തേങ്ങാച്ചോറൊന്ന് കുറച്ചെടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ. നമ്മളെ ഗ്രേവി ആയിട്ടുള്ള ഈ ഒരു പിന്നെ എന്താ പറയുക ബീഫ് കറി ഉണ്ട് കേട്ടോ. ഈ ബീഫ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ റെഡിയാക്കി നോക്കുകൊണ്ടി. എന്തായാലും നമ്മൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഡേ റൂട്ടീനും റെസിപ്പീസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.